ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ടാണ്. സൗണ്ടിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അതിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആ ഡിഫൻസ് എക്സാമിന് തയ്യാറായിട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് പോകാം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, ഓപ്ഷൻ ബി വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ്, ഓപ്ഷൻ സി മാഗ്നറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ ഡി ഇലക്ട്രിക് കറണ്ട്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ആവശ്യമാണ്? ഒരു മീഡിയം ആവശ്യമാണ് അല്ലേ? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഒരു മീഡിയം ആവശ്യമാണ്. ഈ മീഡിയം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് നോക്കിയേ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ? ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സൗണ്ട് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. രണ്ടാമത് നോക്കിയേ, വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. എന്താണ്? ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൂന്നാമത് നോക്കിയേ, മാഗ്നറ്റിക് ഫോഴ്സ്. സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമിനകത്ത് ഒരിക്കലും മാഗ്നറ്റിക് ഫോഴ്സോ മാഗ്നറ്റിക് ഫീൽഡോ വരത്തില്ല. അത് എന്തുമായിട്ടേ ഉള്ളൂ? ഇലക്ട്രിക് കറണ്ടും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ടേമിനകത്തായിരിക്കും വരിക. അടുത്ത് നോക്കി ഓപ്ഷൻ ഡി ഇലക്ട്രിക് കറണ്ട്. അതും എന്തില്ല? സൗണ്ടുമായിട്ട് റിലേറ്റഡ് അല്ല. അന്നേരം നമുക്ക് ഈ 3 ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ആകെയുള്ള നമുക്ക് ഏതാണ്? വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഒരു മീഡിയം ആവശ്യമാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഒരു പ്രതലത്തിൽ ചെന്ന് ശബ്ദം തട്ടി എന്ത് ചെയ്യണം? ബൗൺസ് ബാക്ക് വരണം അല്ലെ? തിരിച്ച് പ്രതിധ്വനിച്ച് വരണം. എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കേൾക്കാനായിട്ട് പറ്റുക. അന്നേരം എന്താണ് പറയുക? ഒബ്ജക്റ്റിന് എന്ത് സംഭവിക്കണം? വൈബ്രേഷൻ സംഭവിക്കണം അല്ലെ? വൈബ്രേഷൻ സംഭവിച്ചെങ്കിൽ ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. 2 പോയിന്റാണ് നോക്കേണ്ടത്. സൗണ്ട് എന്താണ്? പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്? ഒരു വസ്തു വൈബ്രേഷൻ സംഭവിച്ചെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുകയുള്ളൂ. ക്ലിയർ ആണേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സൗണ്ട് കനോട്ട് ട്രാവൽ ത്രൂ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയേ. സൗണ്ട് കനോട്ട് ട്രാവൽ ത്രൂ ആണ് എന്ന് വെച്ചാൽ എന്താണ്? സൗണ്ട് സഞ്ചരിക്കാത്ത മീഡിയം താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ്. ഓപ്ഷൻ നോക്കിയേ. ഒന്നാമത്തെ ഏതാണ്? സോളിഡ്. രണ്ടാമത്തെ ഓപ്ഷൻ ഏതാണ്? ലിക്വിഡ്. മൂന്നാമത്തെ ഓപ്ഷൻ ഗ്യാസ്. നാലാമത്തെ ഓപ്ഷൻ ഏതാണ്? വാക്വം അല്ലെ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കേ? സൗണ്ട് കനോട്ട് അല്ലെ? സൗണ്ട് ട്രാവൽ ചെയ്യാത്തത് ഏത് മീഡിയത്തിലൂടെയാണെന്നാണ്. നമുക്ക് നോക്കാം. സൗണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയമാണ് സോളിഡ് മീഡിയം അല്ലേ? അതിനുശേഷം ലിക്വിഡ് മീഡിയത്തിലൂടെയും അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? ഗേഷ്യസ് മീഡിയത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. വാക്വം മീൻസ് എന്താണ്? ശൂന്യതയാണ്. അവിടെ എന്തില്ല? മോളിക്യൂൾസ് ഇല്ല. ഈ ഒരു എന്താണ്? വാക്വത്തിനകത്ത് എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും സൗണ്ട് ട്രാവൽ ചെയ്യുകയില്ല. സോളിഡിനകത്തും ലിക്വിഡിനകത്തും ഗേഷ്യസ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വാക്വം ശൂന്യതയിൽ കൂടെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുകയില്ല. അന്നേരം ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ ആണ്? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രോയിഡ് ആർമി നേവി SSC RRB. ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അല്ലെ ക്വസ്റ്റ്യൻസ് ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസിൻ്റെ ഒക്കെ PDF ലഭിക്കുന്നത് നമ്മുടെ ഈ ടെലഗ്രാം ചാനലാണ്. പ്രോപ്പറായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻസ് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമെങ്കിൽ നമുക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി. എന്താണ് പറഞ്ഞേക്കുന്നത്? ഫ്രീക്വൻസി അല്ലെ? സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ്. ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ് ഇതെല്ലാം എന്താണ്? സൗണ്ട് വേവുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ആണ്. അതിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് താഴെ തന്നിരിക്കുന്നത് ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഡെസിബൽ, ഓപ്ഷൻ ബി ഹെഡ്സ്, ഓപ്ഷൻ സി മീറ്റർ, ദെൻ ഓപ്ഷൻ ഡി സൗണ്ട്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നോക്കി ഏതാണ് ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്നറിയപ്പെടുന്നത്? നോക്കി ഏതാണ്? ഡെസിബലും ഹെഡ്സും. ഇത് രണ്ടും നമുക്ക് എടുക്കാം. മീറ്റർ ഒരിക്കലും വരില്ല. എന്താണ്? ലെങ്തിൻ്റെ SI യൂണിറ്റ് ആണ് ഇതെന്ന് പറയുക മീറ്റർ എന്നറിയപ്പെടുന്നത്. സെക്കൻഡിൻ്റെ എന്താണ് ടൈം അല്ലേ? ടൈമിൻ്റെ ആണ് സെക്കൻഡ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്കുള്ള ഓപ്ഷൻ 2 ഉള്ളൂ. ഡെസിബലും ഉണ്ട് ഹെഡ്സും ഉണ്ട് അല്ലേ? നോക്കിയേ ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഹെഡ്സ് ആണ്. എന്തെന്ന് പറയുക? SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് അറിയപ്പെടുന്നത്.
ക്ലിയർ ആണേ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട് ഡിപ്പെൻസ് ഓൺ, എന്താണ് സൗണ്ടിന്റെ അല്ലെ ലൗഡ്നെസ് അല്ലെങ്കിൽ ഉച്ചത എന്നറിയപ്പെടുന്നത് ഏത് ടേമുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഓപ്ഷൻ എ ഫ്രീക്വൻസി, ഓപ്ഷൻ ബി ആംപ്ലിറ്റ്യൂഡ്, ഓപ്ഷൻ സി വേവ് ലെങ്ത്, ദെൻ ഓപ്ഷൻ ടി ടൈം പീരീഡ്. ഫ്രീക്വൻസി സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആണ്, ആംപ്ലിറ്റ്യൂഡ് സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ്, വേവ് ലെങ്തും സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ്, അതുപോലെ തന്നെ എന്താണ് ടൈം പീരീഡും. ഇതും എന്താണ് വേവുമായിട്ട് അല്ലെങ്കിൽ ലൗഡ്നെസ്സുമായിട്ടോ അല്ലെങ്കിൽ എന്താണ് സൗണ്ടിൽ ഡിപ്പെൻഡ് ആയിട്ടുള്ള ടേംസ് ആണ് ഈ 4 ഓപ്ഷനകത്ത്. പക്ഷെ നമുക്ക് എടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് ലൗഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സൗണ്ടിന്റെ ലൗഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ആൻസർ? ഫ്രീക്വൻസി ആണോ, ആംപ്ലിറ്റ്യൂഡ് ആണോ, വേവ് ലെങ്ത് ആണോ, ടൈം പീരീഡ്? ഏതാണ്? ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലേ? ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്, ആംപ്ലിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് ഉച്ചത എന്ത് ചെയ്യുകയാണ്, കൂടുകയും കുറയുകയും ചെയ്തില്ലേ? കൂടിക്കഴിഞ്ഞാൽ സൗണ്ട് കൂടുകയും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സൗണ്ട് കുറയുകയും ചെയ്യുന്നുണ്ട്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് സ്പീഡ് ഓഫ് സൗണ്ട്? എന്താ പറഞ്ഞേക്കുന്നത്? സൗണ്ടിന്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ട് കാണുന്നത് ഏത് മീഡിയത്തിലൂടെയാണെന്നാണ്. ഓപ്ഷൻ നോക്കി. 1ാമത്തെ ഓപ്ഷൻ ഏതാണ്? എയർ. 2ാമത്തെ എന്താണ്? വാട്ടർ. 3ാമത്തെ എന്താണ്? സ്റ്റീല്. 4ാമത്തെ എന്താണ്? വാക്വം അല്ലേ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുക? ഹയസ്റ്റ് സ്പീഡ് ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് മീഡിയത്തിലൂടെയാണ്? നോക്കി, ഏതാണ്? വാക്വത്തിലൂടെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുകയില്ല. പിന്നുള്ളത് ഏതാണ്? എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, സ്റ്റീലുണ്ട്. നോക്കി, സോളിഡ് മീഡിയത്തിലാണ് ഏറ്റവും നന്നായിട്ട് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏതാണ് സോളിഡ് മീഡിയത്തിലുള്ളത്? സ്റ്റീല് മാത്രമാണ് സോളിഡ് മീഡിയത്തിലുള്ളത്. അതുമല്ല, എന്താണ് സോളിഡ് മീഡിയത്തിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ഏത് വസ്തുവിലാണെന്ന് ചോദിച്ചാൽ എന്താണ്? സ്റ്റീലിലാണ് ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. എയറിനകത്തൂടെയും വാട്ടറിനകത്തൂടെയും സൗണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ട്രാവൽ ചെയ്യുക ഏതാണ്? സ്റ്റീലിനകത്തൂടാണ്. അതിനുശേഷമാണ് വാട്ടറിനകത്തും, അതിനുശേഷമാണ് എന്ത് ചെയ്യുക, എയറിനകത്തും ട്രാവൽ ചെയ്യുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എക്കോ ഈസ് കോസ്ഡ് ഡ്യൂ ടു, എന്താണ് സൗണ്ടിന്റെ അല്ലെ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് എക്കോ എന്നറിയപ്പെടുന്നത്. അതായത് ഒരു പ്രതലത്തിൽ ചെന്ന് തട്ടി എന്ത് ചെയ്യുക, റെപ്പറ്റീഷൻ ഓഫ് സൗണ്ട് റെപ്പറ്റ് ചെയ്ത് കേൾക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, എക്കോ എന്നറിയപ്പെടുന്നത്. ഈ എക്കോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട് അല്ലെങ്കിൽ ഉപകരണമുണ്ട്, പേരാണ് സോണാർ എന്നറിയപ്പെടുന്നത് അല്ലേ? സോണാർ എന്താണ്? അണ്ടർഗ്രൗണ്ടിലൊക്കെ ഉള്ള പിക്ചേഴ്സ് അല്ലെ, കടലിൻ്റെയും കായലിൻ്റെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡെപ്തിൻ്റെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടോ അണ്ടർഗ്രൗണ്ട് പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് എക്കോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഇതെന്ന് പറയുക, സോണാർ എന്നറിയപ്പെടുന്നത് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്കോ ഈസ് കോസ്ഡ് ഡ്യൂ ടു, എക്കോയ്ക്ക് കാരണമായിട്ടുള്ളത് ഏത് പ്രോസസ്സാണ്? നോക്കി, റിഫ്രാക്ഷൻ ഓഫ് സൗണ്ട്, ഓപ്ഷൻ ബി റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, ഓപ്ഷൻ സി അബ്സോർപ്ഷൻ ഓഫ് സൗണ്ട്, ഓപ്ഷൻ ഡി ഡിഫ്രാക്ഷൻ ഓഫ് സൗണ്ട്. നോക്കി, ഏതായിരിക്കും? എക്കോ എന്നറിയപ്പെടുന്നത് എന്തായിരിക്കും? ഡിഫ്രാക്ഷൻ ഒരിക്കലും വരത്തില്ല അല്ലേ? റിഫ്രാക്ഷൻ ഒരിക്കലും വരത്തില്ല. ഏതാണ് വരുന്നത്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഒരു പ്രതലത്തിൽ ചെന്ന് തട്ടി അല്ലേ, ബൗൺസ് ബാക്ക്. നമ്മൾ ലൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പറയുന്നുണ്ട്. എന്താണ് ലൈറ്റിൽ പറയുന്നത് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സ്മൂത്ത് സർഫസിൽ ചെന്ന് ലൈറ്റ് റേസ് പതിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതേ പാത്തിൽ തന്നെ തിരിച്ച് ബൗൺസ് ബാക്ക് വരുന്നുണ്ട് അല്ലേ? ബൗൺസിങ് ബാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? റിഫ്ലക്ഷൻ ആയിരിക്കും അല്ലേ? ബൗൺസിങ് ബാക്ക് ആണെങ്കിൽ എന്തായിരിക്കും? റിഫ്ലക്ഷൻ ആയിരിക്കും. ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്, അല്ലെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യുകയാണ്, ബെൻഡ് ചെയ്ത് വളഞ്ഞു കാണുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? റിഫ്രാക്ഷൻ ആയിരിക്കും അല്ലേ? റിഫ്രാക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ഇനി നോക്കിയാൽ അബ്സോർപ്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്ന മീഡിയം ആയിരിക്കണം അല്ലേ? അടുത്ത എന്താണ്? ഡിഫ്രാക്ഷൻ ഓഫ് സൗണ്ട്. നമുക്കറിയാം എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉയർന്ന സ്ഥലങ്ങളിൽ അല്ലേ, ടോപ്പ് ലെവൽസിൽ അല്ലെങ്കിൽ ഹൈ ലെവൽസിലൊക്കെ പോയി നിന്ന് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സൗണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്. അതായത് ഒരു പ്രതലത്തിൽ ചെന്ന് തട്ടി എന്ത് ചെയ്യണം, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുക, ഹിയറിംഗ് എന്നുള്ള സെൻസേഷൻ ലഭിക്കുക. അന്നേരം ഏതായിരിക്കും ആൻസർ വരുന്നത്? ഏതാണ്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡൗട്ടൊന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഹ്യൂമൻ ഇയർ ക്യാൻ ഹിയർ സൗണ്ട് ഇൻ ദ ഫ്രീക്വൻസി റേഞ്ച്. എന്താണ്? ഹ്യൂമൻ ബീൻസിന് സൗണ്ട് കേൾക്കാനുള്ള ഫ്രീക്വൻസി റേഞ്ച് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. 2 Hz to 200 Hz, 2 Hz തൊട്ട് 200 Hz വരാണ്. ഓപ്ഷൻ ബി 20 Hz തൊട്ട് 20,000 Hz വരാണ്. അടുത്ത ഓപ്ഷൻ സി നോക്കിയേ, 200 Hz തൊട്ട് എന്താണ് 20,000 ഹെഡ്സിനടുത്താണ്. അടുത്ത നോക്കിയേ 50 Hz to 50,000 Hz. നമുക്കറിയാം ഒരു ഹ്യൂമൻ ബീൻസിൻ്റെ ഓഡിബിൾ റേഞ്ച് എന്നറിയപ്പെടുന്നത് എന്താണ്? 20 Hz തൊട്ട് എന്താണ് 20,000 Hz വരാണ് അല്ലേ. 20 Hz തൊട്ട് 20,000 Hz വരാണ് എന്ന് പറയുക ഹ്യൂമൻ ബീൻസിൻ്റെ ഓഡിബിൾ റേഞ്ച് എന്നറിയപ്പെടുന്നത്. ഈ റേഞ്ചിനെ പറയുന്ന മറ്റൊരു പേരാണ് സോണിക് സൗണ്ട് അല്ലേ. എന്താണ്? സോണിക് സൗണ്ട് എന്നാണ് ഏതിനെ അറിയപ്പെടുന്നത്? ഓഡിബിൾ റേഞ്ചിനെ അറിയപ്പെടുന്നത്. ഇനി നോക്കി, ഈ 20,000 Hz വരെ ഉള്ളതാണ് നമുക്ക് കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. ഈ 20 Hz താഴോട്ടുള്ള സൗണ്ടും 20 Hz മുകളിലോട്ടുള്ള സൗണ്ടും എന്തല്ല? ഹ്യൂമൻ ബീൻസിന് ഓഡിബിൾ റേഞ്ച് അല്ല. നോക്കി, 20 Hz താഴെയുള്ളത് എപ്പോഴും എന്തായിരിക്കും? ഇൻഫ്രാസോണിക് ആയിരിക്കും അല്ലേ. ഇൻഫ്രാസോണിക് സൗണ്ട് ആയിരിക്കും. നോക്കിയേ, 20,000 Hz മുകളിലാണെങ്കിൽ എന്തായിരിക്കും? അൾട്രാസോണിക് സൗണ്ട് ആയിരിക്കും അല്ലേ. അൾട്രാസോണിക് സൗണ്ട് ആയിരിക്കും. ഈ രണ്ട് സൗണ്ടും എന്തല്ല? ഹ്യൂമൻ ബീൻസിന് ഓഡിബിൾ റേഞ്ച് അല്ല, നമുക്ക് കേൾക്കാനായിട്ട് പറ്റത്തേ ഇല്ല. നോക്കി, ഈ സൗണ്ട് നോക്കിയേ, ബാറ്റൊക്കെ എന്ത് ചെയ്യുകയാണ്? അവരെ സൗണ്ട് അല്ലെങ്കിൽ ഇരയെ പിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുകയാണ്? ഉപയോഗിക്കുന്നത്. ഏത് റേസ് ഉപയോഗിച്ചിട്ടാണ്? യുവിസ് അല്ലെങ്കിൽ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? അവർ പ്രൊപ്പഗേറ്റ് അല്ലെങ്കിൽ എന്താണ് അവർ സഞ്ചരിക്കുന്നത്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ്? ഹ്യൂമൻ ഇയർ ക്യാൻ ബി ഹിയർ സൗണ്ട് ഈസ് ഫ്രീക്വൻസി റേഞ്ച് അല്ലേ. എത്രയാണ്? 20 Hz തൊട്ട് 20,000 Hz വരെ അല്ലേ. ഓപ്ഷൻ ബി ആണ്. 20 Hz ടു എന്താണ് 20,000 Hz വരാണ് എന്തെന്നറിയപ്പെടുക? ഹ്യൂമൻ ബീൻസിൻ്റെ ഓഡിബിൾ റേഞ്ച് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സൗണ്ട് വേവ്സ് ഏത് ടൈപ്പ് വേവ്സിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ട്രാൻസ്വേഴ്സ് വേവ്, ഓപ്ഷൻ ബി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഓപ്ഷൻ സി ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്, ദെൻ ഓപ്ഷൻ ഡി സ്റ്റേഷനറി വേവ്സ്. 4 രീതിയിൽ ഒരു വേവ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഈ പേരിനകത്ത് സൗണ്ട് വേവ്സ് എന്നറിയപ്പെടുന്നത് ഏതിനകത്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആയിട്ടായിരിക്കും ഏത് കാണപ്പെടുന്നത്? സൗണ്ട് കാണപ്പെടുന്നത് അല്ലേ. സൗണ്ടിനെ കുറിച്ച് നോക്കിയാൽ എന്താണ്? സൗണ്ട് വേവ്സ് ഏത് ടൈപ്പ് വേവ്സിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് അല്ലേ. എന്താ പറഞ്ഞേക്കാം? ദ നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ് അല്ലേ. ഒരു പെർ സെക്കൻഡിൽ ആക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് വൈബ്രേഷൻസിനെ പറയുന്ന പേര് ഏതാണ്? ഓപ്ഷൻ എ ആംപ്ലിറ്റ്യൂഡ്, ഓപ്ഷൻ ബി ഫ്രീക്വൻസി, ഓപ്ഷൻ സി പിച്ച്, ദെൻ ഓപ്ഷൻ ഡി ലൗഡ്നെസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ ബി ഫ്രീക്വൻസി ആണ് അല്ലേ. എന്താണ്? ഫ്രീക്വൻസിയാണ് നമ്മൾ എന്നറിയപ്പെടുക? ദ നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കി. അൾട്രാസോണിക് സൗണ്ട് ഹാവ് ഫ്രീക്വൻസി. അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി താഴെ തന്നിരിക്കുന്നതിനകത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ നോക്കി, ലെസ് ദാൻ 20 Hz 20 ഹെഡ്സിന് താഴെയാണ്. ഓപ്ഷൻ ബി ബിറ്റ്വീൻ 20 Hz ടു 20,000 Hz, അതായത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ളതാണ്. മോർ ദാൻ 20,000 Hz 20,000 ഹെഡ്സിന് മുകളിലാണ്. ഓപ്ഷൻ ഡി ഈക്വൽ ടു 20 Hz 20 ഹെഡ്സിന് ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ ഹ്യൂമൻ ബീൻസിൻ്റെ ഓഡിബിൾ റേഞ്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ്? അൾട്രാസോണിക് സൗണ്ട് എപ്പോഴും എന്താണ്? 20,000 ഹെഡ്സിന് മുകളിലാണ് അല്ലേ. 20,000 ഹെഡ്സിന് മുകളിലാണ്. അന്നേരം നോക്കിയേ, ആൻസർ ഏതായിരിക്കും വരിക? ഏതാണ്? മോർ ദാൻ 20,000 Hz. ഓപ്ഷൻ സി ആണ് അല്ലേ. 20,000 ഹെഡ്സിന് മുകളിലോട്ടുള്ളത് എപ്പോഴും എന്തായിരിക്കും? അൾട്രാസോണിക് സൗണ്ടിന് എക്സാമ്പിൾ ആയിരിക്കും. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 20 Hz ആയിരിക്കും ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് അറിയപ്പെടുന്നത്.
ഓക്കെ, നമ്മുടെ ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ക്ലാസ്സസ് അവൈലബിൾ ആണ്. 2026 നേവി SSR MRൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം നമുക്ക് ലഭിക്കുന്നതാണ്. എയർഫോഴ്സ് XYയുടെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 15-ാം തീയതിയാണ്. 2026 SSC GDക്കുള്ള ബാച്ച് നമ്മൾ ജൂൺ 8-ാം തീയതി ഓറിയൻറ്റേഷൻ ക്ലാസ്സോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നറിയപ്പെടുന്ന ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഡെയിലി ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈവനിങ്ങുള്ളിൽ റെക്കോർഡ് സെക്ഷനായിട്ട് നമ്മുടെ ആപ്പിൽ ലഭിക്കുന്നതാണ്. ഡെയിലി നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ പ്രാക്ടീസ് പേപ്പറും റിവിഷൻസ് ക്ലാസ്സുകളും അതിനൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഇതിനകത്ത് ആപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ പർച്ചേസ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. പ്രോപ്പറായിട്ട് നിങ്ങളൊരു മെത്തേഡിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോകണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് കോൺടാക്ട് നമ്പർ 2 ഉണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അഡ്മിഷൻ്റെ കാര്യമാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ച് എൻക്വയറി ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 10 ഹെർട്സ് ഈസ്. എന്താണ് പറഞ്ഞേക്കുന്നത്? എ സൗണ്ട് ഓഫ് എ ഫ്രീക്വൻസി 10 ഹെർട്സ്. ഒരു സൗണ്ടിന്റെ ഫ്രീക്വൻസി 10 ഹെർട്സ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ നോക്കി, ഓഡിബിൾ റേഞ്ച്, അല്ലെങ്കിൽ അൾട്രാസോണിക്, ഓപ്ഷൻ സി ഇൻഫ്രാസോണിക്, ഓപ്ഷൻ ഡി എക്കോ. 4 ഓപ്ഷൻ ഉണ്ട്. നോക്കി, നമുക്കറിയാം ഇതിന്റെ റേഞ്ച് നോക്കണം. 20 ഹെർട്സിന് താഴെയുള്ളതാണെങ്കിലും 20,000 ഹെർട്സിന് മുകളിലുള്ളതാണെങ്കിലും അല്ലേ, ഈ റേഞ്ച് നമ്മൾ നോക്കണം. ഈ റേഞ്ച് അനുസരിച്ച് വേണം എന്ത് ചെയ്യുക, ആൻസർ എഴുതാനായിട്ട്. അന്നേരം നോക്കി, ഫ്രീക്വൻസി 10 ഹെർട്സിനാണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? ഏതാണ്? ഇൻഫ്രാസോണിക് സൗണ്ട് ആയിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോണാർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്, അല്ലെ, സോണാർ വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ നോക്കി, റിഫ്രാക്ഷൻ ഓഫ് സൗണ്ട്, ഓപ്ഷൻ ബി റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, ഓപ്ഷൻ സി ഡിഫ്രാക്ഷൻ ഓഫ് സൗണ്ട്, ദെൻ ഓപ്ഷൻ ഡി ഇന്റർഫറൻസ് ഓഫ് സൗണ്ട്. സോണാർ പ്രവർത്തിക്കുന്ന എപ്പോഴും എന്തായിരിക്കും? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പിച്ച് ഓഫ് എ സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ, അല്ലെ, സൗണ്ടിന്റെ പിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ടേമിനെയാണ്? ഓപ്ഷൻ എ ആംപ്ലിറ്റ്യൂഡ്, ഓപ്ഷൻ ബി ഫ്രീക്വൻസി, ഓപ്ഷൻ സി സ്പീഡ്, ദെൻ ഓപ്ഷൻ ഡി വേവ് ലെങ്ത് ഒള്ളി. അല്ലെ, എന്താ പറഞ്ഞേക്കാം? പിച്ച്, അല്ലെ, പിച്ച് എന്നറിയപ്പെടുന്ന സൗണ്ടിന്റെ പിച്ച് എന്നറിയപ്പെടുന്നത് ഈ തന്നിരിക്കുന്നതിനകത്ത് ഏത് ടേമിനെയാണ് എന്ത് ചെയ്യുക, റിലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഏതാണ്? ഫ്രീക്വൻസി ഡിപ്പെൻഡ് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടൈം ടേക്കൺ ബൈ എ വൈബ്രേറ്റിംഗ് ഒബ്ജെക്ട് ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ ഈസ് കോൾഡ്. എന്താ പറഞ്ഞേക്കാം? ദ ടൈം ടേക്കൺ ബൈ എ വൈബ്രേറ്റിംഗ് ഒബ്ജെക്ട് ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ ഈസ് കോൾഡ്. അതായത് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? നോക്കി, ഓപ്ഷൻ നോക്കി, ഫ്രീക്വൻസി, ഓപ്ഷൻ ബി പിച്ച്, ദെൻ ഓപ്ഷൻ സി ടൈം പീരീഡ്, ദെൻ ഓപ്ഷൻ ഡി ആംപ്ലിറ്റ്യൂഡ്. എന്തായിരിക്കും ആൻസർ? നോക്കി, എന്താണ് ആൻസർ? ടൈം പീരീഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കി. ഏതായിരിക്കും? കംപ്ലീറ്റ് 1 വൈബ്രേഷൻ, അല്ലെ, ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് അറിയപ്പെടുക? എന്താണ്? ഓപ്ഷൻ സി ടൈം പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. അല്ലേ, ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ പ്യുവർ മ്യൂസിക്കൽ സൗണ്ട് ഇൻ ലബോറട്ടറീസ്? അല്ലെ, ലബോറട്ടറീസിൽ മ്യൂസിക്കൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ ഡ്രം, ഓപ്ഷൻ ബി ഫ്ലൂട്ട്, ഓപ്ഷൻ സി ട്യൂണിംഗ് ഫോർക്ക്, ദെൻ ഓപ്ഷൻ ഡി ഗിറ്റാർ. അല്ലെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ഏതാണ് കോമൺലി യൂസ്ഡ് പ്യുവർ മ്യൂസിക്കൽ ഇൻ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ട്യൂണി ഫോർക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അല്ലെ, ട്യൂണി ഫോർക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ചെവി വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? വൈബ്രേറ്റ്, അല്ലെ, അത് വൈബ്രേറ്റ് ചെയ്യുന്ന കാണാനും പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2 sound waves have the same amplitude but different frequencies. They will be differing. എന്താ ക്വസ്റ്റ്യൻ? നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. 2 സൗണ്ട് വേവ്സ്, അല്ലേ,
സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷെ എന്താണ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഡിഫർ ഇൻ എന്തിലായിരിക്കും ഒരു വ്യത്യാസമായിട്ട് കാണിക്കുന്നത്? ഓപ്ഷൻ നോക്കി, സൗണ്ട്ലെസ് അല്ലെ ലൗഡ്നെസ് ഓൺലി, ഓപ്ഷൻ ബി പിച്ച് ഓൺലി, ഓപ്ഷൻ സി സ്പീഡ് ഓൺലി, ദെൻ ഓപ്ഷൻ ഡി എനർജി ഓൺലി. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് രണ്ട് സൗണ്ടിനകത്ത് എന്താണ് സെയിം ആംപ്ലിറ്റ്യൂഡ് വരികയും എന്താണ് ഫ്രീക്വൻസി ഡിഫറൻറ്റും ആണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്ത ടേം എപ്പോഴും എന്തായിരിക്കും? പിച്ച് ആയിരിക്കും അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓപ്ഷൻ ബി പിച്ച് ഒള്ളി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. A bat can fly in complete darkness because it uses അല്ലേ? ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വവ്വാൽ എന്ത് ചെയ്യുകയാണ്? നൈറ്റ് അല്ലേ ഡാർക്ക്നെസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട്. ഇതിനെന്താണ്? ബ്ലൈറ്റ്നെസ് അല്ലെ, കണ്ണ് കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് വേവ്സ് ആയിരിക്കും? ഓപ്ഷൻ എ ഇൻഫ്രാസോണിക് സൗണ്ട്, ഓപ്ഷൻ ബി അൾട്രാസോണിക് സൗണ്ട്, ഓപ്ഷൻ സി റേഡിയോ വേവ്സ്, ദെൻ ഓപ്ഷൻ ഡി ലൈറ്റ് വേവ്സ്. നമുക്കറിയാം 20,000 മുകളിലായിട്ടുള്ള സൗണ്ടാണ് എന്ത് ചെയ്യുക വവ്വാൽ അല്ലെങ്കിൽ ബാറ്റ് എന്ത് ചെയ്യുക അവരെ പ്രേ പിടിക്കാനോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇതെപ്പോഴും ഏതായിരിക്കും? ഏത് വേവ്സിന് എക്സാമ്പിൾ ആയിരിക്കും? എന്താണ്? അൾട്രാസോണിക് വേവ്സിന് എക്സാമ്പിൾ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? അൾട്രാസോണിക് സൗണ്ടിനായിരിക്കും അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സിനാണ് എന്ത് ചെയ്യുക ബാറ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ്സ് ഡബിൾസ്, എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യുകയാണ്? ഡബിൾ ചെയ്യുകയാണ്. വൈൽ ഇറ്റ് സ്പീഡ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്, അവിടുത്തെ സ്പീഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് വേവ് ലെങ്ത് ബിക്കംസ്, അവിടുത്തെ വേവ് ലെങ്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു സൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസി ഡബിൾ ആവുകയും അതുപോലെ തന്നെ എന്താണ് സ്പീഡ് എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വേവ് ലെങ്ത് അല്ലേ? വേവ് ലെങ്ത് എന്തായിരിക്കും? ഡബിൾ ആയിട്ടാണോ ആക്ട് ചെയ്യുക? 4 ടൈംസ് ആയിട്ടാണോ ആക്ട് ചെയ്യുക? അതോ ഹാഫ് ആയിട്ടാണോ? അതോ ഒരു ചേഞ്ചും ഇല്ലാതെ ആയിരിക്കുമോ കാണപ്പെടുന്നത്? ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ഹാഫ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക ആക്ട് ചെയ്യുന്ന. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ഓപ്ഷൻ നോക്കി. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ഏതാണ്? സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്താണ്. സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ് ഇൻ ഗ്യാസ്. സൗണ്ട് എന്തൊക്കെയാണ്? ഗ്യാസിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. സൗണ്ട് എന്താണ്? വാക്വത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അടുത്ത എന്താണ്? സൗണ്ട് ട്രാവൽ ഫാസ്റ്റസ്റ്റ് ഇൻ സോളിഡ്. ഇതാണ് സൗണ്ട് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സോളിഡിനകത്താണ്. ഓപ്ഷൻ ഡി സൗണ്ട് സ്പീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എ മീഡിയം. ഒരു മീഡിയത്തിന് ഇൻഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഏതായിരിക്കും ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചത്? സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആണ്. ഏതാണ് ആൻസർ വരിക? സൗണ്ട് ട്രാവൽ ഫാസ്റ്റസ്റ്റ് ഇൻ സോളിഡ് അല്ലെ? സോളിഡിനകത്തായിരിക്കും എന്ത് ചെയ്യുക സൗണ്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഇതാണ് ദ ക്വാളിറ്റി അല്ലെ ടിംബർ ഓഫ് സൗണ്ട് ഹെൽപ്പ് അസ്. എന്താണ്? ഒരു സൗണ്ടിന്റെ ക്വാളിറ്റി അല്ലെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് അടിസ്ഥാനത്തിലായിരിക്കും? ഡിസ്റ്റിങ്ക്വിഷ് ലൗഡ് ആൻഡ് സോഫ്റ്റ് സൗണ്ട് അല്ലെ? സൗണ്ട് ആൻഡ് എന്താണ്? ഡിസ്റ്റിങ്ക്വിഷ് ലൗഡ് ആൻഡ് സോഫ്റ്റ് സൗണ്ടിൻ്റെയും ലൗഡ് സൗണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഡിസ്റ്റിങ്ക്വിഷ് ഹൈ ആൻഡ് ലോ പിച്ച് സൗണ്ട് അല്ലെ? ലോ പിച്ച് സൗണ്ടോ അല്ലെ ഹൈ പിച്ച് സൗണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ഡിസ്റ്റിങ്ക്വിഷ് സൗണ്ട് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സ് അല്ലെ? ഡിസ്റ്റിങ്ക്വിഷ് എന്താണ്? സൗണ്ട് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സുമായിട്ടാണ്. ഓപ്ഷൻ ഡി എന്താണ്? മെഷേർഡ് ഫ്രീക്വൻസി ആണ്. ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ഡിസ്റ്റിങ്ക്വിഷ് സൗണ്ട് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സ് ആണ്. പല സോഴ്സസിൽ എന്തായിരിക്കും? പല രീതിയിലുള്ള സൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 21ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following quantities remains unchanged when sound travel from air to water? ഒരു സൗണ്ട് എയറിൽ നിന്ന് വാട്ടറിലോട്ട് എന്ത് ചെയ്യുകയാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏത് ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യുക അൺചേഞ്ച്ഡ് മാറ്റമില്ലാതെ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ സ്പീഡ്, ഓപ്ഷൻ ബി വേവ് ലെങ്ത്, ഓപ്ഷൻ സി ഫ്രീക്വൻസി, ഓപ്ഷൻ ഡി
ആംപ്ലിറ്റ്യൂഡ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഇതിനകത്ത് മാറ്റമില്ലാതെ കാണപ്പെടുന്ന ഏതായിരിക്കും എപ്പോഴും? ഫ്രീക്വൻസി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻക്രീസ്, അല്ലെ സൗണ്ടിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നോക്കി. ഓപ്ഷൻ എ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കുറയുമ്പോൾ. ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ. അടുത്ത നോക്കി ഇൻക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി ഓൺലി, ഹ്യൂമിഡിറ്റി ഓൺലി എപ്പോഴാണോ. അതോ ഓപ്ഷൻ ഡി എന്താണ്? ഡിക്രീസ് ഫ്രീക്വൻസി. ഏതായിരിക്കും? 4 ഓപ്ഷനകത്ത് നോക്കി ഏതാണ്? സ്പീഡ് ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം, അല്ലേ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് കിട്ടും? സൗണ്ടിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓൾസോ എന്തായിരിക്കും? ഇൻക്രീസ് ആയിരിക്കും, അല്ലേ? ഇൻക്രീസ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, വിച്ച് ഫിനോമിന ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വർക്കിംഗ് ഓഫ് എ സ്റ്റെതസ്കോപ്പ്, അല്ലെ സ്റ്റെതസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ നോക്കിയേ, റിഫ്രാക്ഷൻ ഓഫ് സൗണ്ട്. ഓപ്ഷൻ ബി എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഓപ്ഷൻ ഡി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഓപ്ഷൻ ഡി ഡിഫ്രാക്ഷൻ ഓഫ് സൗണ്ട്, അല്ലെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് വിച്ച് ഫിനോമിന ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വർക്കിംഗ് ഓഫ് സ്റ്റെതസ്കോപ്പ്, അല്ലെ സ്റ്റെതസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് റിഫ്ലക്ഷൻ ആണ്. എങ്ങനെയുള്ള റിഫ്ലക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് കറക്റ്റ് ആൻസർ, അല്ലെ? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഉണ്ട്, പക്ഷെ എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുക? സ്റ്റെതസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ, 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്. എ സൗണ്ട് വേവ്സ് ട്രാവൽ ഫ്രം എയർ ഇൻ ടു വാട്ടർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ്? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സൗണ്ട് വേവ്സ് എന്ത് ചെയ്യണം? എയറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിലോട്ട് മൂവ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ച്, ഏത് ടേം ആയിരിക്കും ചേഞ്ച് ചെയ്ത് കാണപ്പെടുന്നത്? ഓപ്ഷൻ നോക്കിയേ, ഫ്രീക്വൻസി ഒള്ളി. ഓപ്ഷൻ ബി ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. അടുത്ത നോക്കിയേ, സ്പീഡ് ആൻഡ് വേവ് ലെങ്ത്. ഓപ്ഷൻ ഡി സ്പീഡ് ഒള്ളി. എന്തായിരിക്കും നോക്കിയേ? സൗണ്ട് വേവ്സ് എന്താണ്? എയറിൽ നിന്ന് വാട്ടറിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് മാറ്റം വരിക? എന്താണ്? സ്പീഡ് ആൻഡ് വേവ് ലെങ്ത് ആയിരിക്കും. ഓപ്ഷൻ സി ആണ്, അല്ലെ? സ്പീഡ് ആൻഡ് വേവ് ലെങ്ത് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ, നമ്മുടെ വീഡിയോ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ ഇത്രയും നേരം സൗണ്ടിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തു. ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സ്റ്റഡി ഓഫ് സൗണ്ട്, സൗണ്ടിനെ കുറിച്ചുള്ള സ്റ്റഡിയെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ നോക്കി അക്വാസ്റ്റിക്സ്. ഓപ്ഷൻ ബി ഓപ്റ്റിക്സ്. ഓപ്ഷൻ സി തെർമോഡൈനാമിക്സ്. ദെൻ ഓപ്ഷൻ ഡി കൈനമാറ്റിക്സ്, അല്ലേ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് സൗണ്ടിനെ കുറിച്ചുള്ള സ്റ്റഡിയെ പറയുന്ന പേരെന്താണ്? അക്വാസ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്തെന്നറിയപ്പെടുക? ഒപ്റ്റിക്സ് എന്നറിയപ്പെടുന്നത്. തെർമോഡൈനാമിക്സ് എന്താണ്? ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസുമായിട്ട് പഠിക്കുന്നതാണ് എന്ന് പറയുക തെർമോഡൈനാമിക്സ് എന്ന് അറിയപ്പെടുന്നതിനും. നമ്മൾ സൗണ്ടിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 25 ക്വസ്റ്റ്യൻസും സൗണ്ടിൽ നിന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. ഈ 25 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും, നേവി ആണെങ്കിലും ആർമി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക. 25 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസ് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, അടുത്തൊരു വീഡിയോ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.